ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ധനഹാ തിരുനാൾ അഥവാ എപ്പിഫനി പുരാതന കാലം മുതൽ ആഘോഷിച്ചു വരുന്ന വലിയ തിരുനാളാണ്. എന്താണ് ധനഹാ തിരുനാൾ? പൗരസ്ത്യ സുറിയാനി ക്രൈസ്തവരുടെ ഇടയിൽ വലിയ പ്രാധാന്യമുള്ള ഒരു തിരുനാളാണ് ധനഹാ. ധനഹാ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഉദയം, പ്രത്യക്ഷീകരണം, ആവിഷ്കാരം, വെളിപാട് എന്നെല്ലാമാണ്. ഈ തിരുനാളിൽ പൂജ്യരാജാക്കന്മാരുടെ സന്ദർശനവും ജോർദാൻ നദിയിൽ വെച്ചുള്ള ഈശോയുടെ മാമുദീസായും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യക്ഷീകരണവുമാണ് അനുസ്മരിക്കുന്നത്. ആദ്യകാലത്ത് മിശിഹായുടെ ജനനവും മാമുദീസായും ഒരുമിച്ച് ജനുവരി 6-ാം തീയതിയാണ് തിരുസഭയിൽ ആഘോഷിച്ചിരുന്നത്. പിന്നീട് ഈശോയുടെ തിരുപ്പിറവി ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കുവാൻ തുടങ്ങിയപ്പോൾ ജനുവരി 6-ാം തീയതി ധനഹാ തിരുനാൾ എന്ന പേരിൽ മിശിഹായുടെ മാമോദീസ മാത്രം പൗരസ്ത്യ ക്രൈസ്തവർ ആഘോഷിക്കുവാൻ തുടങ്ങി. പൗരസ്ത്യ സഭകളിൽ ഈ തിരുനാളിന് വളരെയധികം പഴമയുണ്ടെന്ന് പുരാതന കൃതികളിൽ നിന്നും വ്യക്തമാണ്. പൗരസ്ത്യ കാനൻ നിയമം അനുസരിച്ച് ധനഹാ തിരുനാൾ കടമുള്ള ദിവസമാണ്. കർത്താവിൻ്റെ ധനഹാ തിരുനാൾ കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ പിണ്ടികുത്തി പെരുന്നാൾ എന്നും തെക്കൻ ഭാഗങ്ങളിൽ രാക്കുളി പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ബഹുമാനിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വാഴപ്പിണ്ടിയിൽ ദീപം കൊളുത്തി അതിനു ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ദൈവം പ്രകാശമാകുന്നു എന്ന് ആർത്തു വിളിച്ചിരുന്ന പതിവിൽ നിന്നാണ് പിണ്ടികുത്തി പെരുന്നാൾ രൂപപ്പെട്ടത്. ഈശോയുടെ മാമുദീസായെ സ്മരിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ തലേ ദിവസം അടുത്തുള്ള നദിയിലോ കുളത്തിലോ പോയി നമ്മുടെ പൂർവികർ നടത്തിയിരുന്ന ആചാരക്കുളിയിൽ നിന്നാണ് രാക്കുളി എന്ന പേര് ഈ തിരുനാളിന് ലഭിച്ചത്. ഈശോയുടെ മാമുദീസായെ അനുസ്മരിക്കുന്ന ധനഹാ തിരുനാളിൽ ആരാധനക്രമ വത്സരത്തിലെ 3-ാമത്തെ കാലമായ ധനഹാ കാലം ആരംഭിക്കുന്നു. മാമുദീസായിൽ ആരംഭിക്കുന്ന ഈശോയുടെ പരസ്യ ജീവിതമാണ് ഈ കാലത്തിലെ ധ്യാന വിഷയം. ഉന്നതത്തിൽ നിന്നുള്ള ഉദയസൂര്യനായ ഈശോ ജോർദാനിലെ മാമുദീസായിലൂടെ ഉദിച്ചുയർന്ന് ലോകത്തിൻ്റെ പ്രകാശമായി. പരിശുദ്ധ ത്രിത്വം, ഈശോയുടെ ദൈവപുത്രത്വം, ഈശോയുടെ ദൈവമനുഷ്യ സ്വഭാവങ്ങൾ, അവിടുത്തെ സ്വയം ശൂന്യവൽക്കരണം, പരസ്യ ജീവിതം എന്നീ രക്ഷാകര രഹസ്യങ്ങൾ ധനഹാ കാലത്ത് നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ മാമുദീസായിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ത്രിയേക സാന്നിധ്യം വ്യക്തമാക്കുന്നു. ധനഹാ കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ സഭ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നു. പ്രകാശമായ മിശിഹായ്ക്ക് സ്വന്തം ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈശോയുടെ പ്രകാശത്തിലേക്കും ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കും മാനവരാശിയെ നയിച്ച വിശുദ്ധരെയാണ് ഈ കാലത്ത് സഭ അനുസ്മരിക്കുന്നത്. ധനഹാ കാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ സകല മരിച്ച വിശ്വാസികളെയും നാം അനുസ്മരിക്കുന്നു. ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഈശോയെ വെളിപ്പെടുത്തുന്നത് ഇരുളിന് കീഴടക്കാൻ കഴിയാത്ത വെളിച്ചമായിട്ടാണ്. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശവും ശക്തിയുമായി നമുക്ക് അനുഭവിക്കാം, ആരാധിക്കാം, പ്രഘോഷിക്കാം. അവിടുത്തെ ദൈവത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും, രാജ്യത്വത്തെ അംഗീകരിച്ച് കൽപ്പനകൾ അനുസരിക്കാനും, മനുഷ്യത്വത്തെ അംഗീകരിച്ച് അവിടുത്തോട് ചേർന്ന് സഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ വിശുദ്ധിയുടെ പ്രകാശഗോപുരങ്ങളായി നമ്മുടെ നാഥനും രക്ഷകനുമായി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാം. ഏവർക്കും ധനഹാ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.